വെൽക്കം ബാക്ക് ടു ഡേ 9 ഓഫ് എഡെക്സ് ലൈഫ് സ്കൂൾ. ഇന്ന് മൈൻഡ് ജിം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഗ്യാരേജ് സെഷൻ ഇസ് ഓവർ ബൈ അംബ്രാസ് സർ. ഇപ്പോൾ വന്നിട്ട് അശ്വിൻ്റെ സ്മാർട്ട് ടൂൾസ് മാസ്റ്ററാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അജ്മൽ, ടിൽ നൗ എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡേ പോയിക്കൊണ്ടിരിക്കുന്നത്? ടിൽ നൗ ഇപ്പോൾ കുറേ നോളജ് കിട്ടി. നമുക്ക് എഐനെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ചെറിയൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇത്ര വലിയൊരു ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നോളജ് തന്നെയാണ്. മൈൻഡ് ജിമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താപ്പോൾ നമുക്ക് വേറൊരാൾ അടുത്തിരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. ഒരാൾ നമ്മളെ കുറിച്ച് കേൾക്കാനും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ മൈൻഡ് ജിമ്മിലൂടെ നമുക്ക് മനസ്സിലായി. കുറച്ച് നേരം ആണെങ്കിലും ഒരു ചെറിയ ആശ്വാസമെങ്കിലും കിട്ടും എന്നുള്ളത് മനസ്സിലായി. ഒരു ആക്ടർ ഒരു സ്റ്റോറിയാണ്. ആ ക്യാരക്ടറുടെ പേര് പറഞ്ഞാൽ റോബർട്ടാണ്. കുട്ടിക്കാലത്ത് തന്നെ അവന് 5-ാം വയസ്സിൽ അവൻ്റെ അച്ഛനൊരു ഫിലിം ഡയറക്ടറായിരുന്നു. അപ്പോൾ അച്ഛന് ഇതേപോലെ മകന് കുറച്ച് ട്രെയിനിങ് കൊടുത്ത് ഒരു ആക്ടറാക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഫിലിമിനോടുള്ള ഇഷ്ടം കൂടുതൽ വന്ന് അവൻ ചെറുപ്പത്തിൽ തന്നെ നല്ലൊരു ആക്ടറായി മാറി. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അത്യാവശ്യം നല്ല ഫിലിമിലൂടെ അവൻ വളരുകയും ചെയ്തു. പിന്നെ നോക്കുകയാണ് ഏജ്, പിന്നെ റിലീജിയസ്, അവരുടെ മാർക്സ്, അവരുടെ +2 മാർക്സ്, ഇതൊക്കെ ഡീറ്റെയിൽസ് അല്ലേ. ഇതൊക്കെ നമുക്ക് വലിയ ഫയൽ അത്യാവശ്യം നല്ല ഒരു കമ്പനിയുടെ മൊത്തം ഡാറ്റ 154.5 ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഫയൽ. അപ്പൊ അത്രയും വലിയ ഫയൽ കൊടുത്തിട്ട് നമ്മള് ഇതിലിപ്പോ എനിക്ക് പ്രൊഡക്റ്റ് വൈസ് കാറ്റഗറി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ ഇമോഷൻ കണക്റ്റഡ് ആണ്. ഏതൊരു സാധനത്തിനും മനുഷ്യന്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എപ്പോഴും ഇമോഷൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അല്ലാതെ എപ്പോഴും എന്താ പറയാ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് മാത്രമല്ല. എന്ത് പ്രോബ്ലംസിനും ഇപ്പോൾ എന്റെ ഇഷ്ടങ്ങളായിരിക്കില്ല വേറൊരാൾക്ക് ഇഷ്ടം. ഓരോന്നിനും ഇമോഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഈ ഇമോഷൻസിന്റെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏത് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാം. ഇപ്പോ ഞാനിപ്പോ തന്നെ നമ്മളിപ്പോ എന്ത് ഇതിൽ പഠിക്കുകയാണെങ്കിലും ഒരു പ്രോബ്ലം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്ന പ്രോസസ് ഒരു വിഷയമല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിപ്പോ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ കാര്യം ചെയ്തായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എമർജന്റ്.sh എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെന്റ് സാധനമുണ്ട്. ഇന്ന് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചൈനയിൽ നിന്നുള്ള എക്സ്പോർട്ടേഴ്സിന്റെ ഡീറ്റെയിൽസിന്റെ സോർട്ടിങ്, അങ്ങനെ ചെറിയ ഡാറ്റ വെച്ചിട്ടുള്ള സോർട്ടിങ്ങിനും പരിപാടിക്കും പെർപ്ലക്സിറ്റി യൂസ് ചെയ്യാം. മറ്റേതിൽ കയറി മെനക്കെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയാം, ഇപ്പോഴും കമ്പനിയുടെ വലിയ ഡാറ്റയൊക്കെ വരുന്ന കേസിൽ പവർ ബിഐന്റെ അത്ര ആക്യുറസി ഇപ്പോഴും എത്തിയിട്ടുണ്ടാവില്ല. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്തോറും ഇതിന്റെ ആക്യുറസി കൂടി വരുമെങ്കിൽ പോലും ഇപ്പോഴും അതിന്റെ ആക്യുറസി എത്തിയിട്ടുണ്ടാവില്ല.
ഇവിടെ പക്ഷെ ഗുണം എന്താ വെച്ചാൽ ഫ്രം ദ സ്ക്രാച്ച് നമ്മളാണ് ഓരോന്നും ചെയ്യണത്. ഇതിന്റെ ഡാറ്റ കണക്ട് ചെയ്യുന്നതും സമയത്ത് ഞാൻ ഈ സാധനം യൂസ് ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ സ്റ്റെപ്പൊക്കെ പഠിക്കണമെങ്കിൽ പണ്ടാരടക്കം ഓർമ്മ വരില്ല, എത്ര ഇതാക്കിയാലും ഓർമ്മ. അപ്പൊ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇതുപോലൊരു സാധനം ആക്കിയിട്ട് പെട്ടെന്ന് ഓർമ്മിക്കാൻ പാകത്തിനാക്കി സെറ്റ് ചെയ്തിട്ട് ചെയ്യും. അതുപോലെ പ്രസന്റേഷൻസ് ഉണ്ടാക്കുമ്പോൾ പല സോഫ്റ്റ്വെയർ വെച്ച് പ്രസന്റേഷൻ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഭംഗി എത്ര ഉണ്ടാവില്ല ചില സാധനങ്ങളുടെ, അത് റീപ്ലേസ് ചെയ്യുക. ആ ഡാറ്റ എടുക്കുക, ഇവിടെ കൊടുക്കുക, ഇവിടുന്ന് പുതിയത് എടുക്കുക, ഇമേജ് ആയിട്ട് ഇത് നമുക്ക് എന്നിട്ട് PNG ആയിട്ട് ഡൗൺലോഡും ചെയ്യാം. എനിക്കിതിലിപ്പോൾ ഇഷ്ടപ്പെട്ടത് ഇതാണ്. അത് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിന്റെ കളറുകൾ ഇങ്ങനെ മാറ്റിയിട്ടുള്ളതും കാണാം. ഡിഫറെന്റ് കളർ ഓപ്ഷൻസ് കണ്ടോ. നേരത്തെ കളർ പച്ച മഞ്ഞ ഇങ്ങനെയുള്ളത് മാറി, പിന്നെ അതിന്റെ വെറും വര മാത്രമുള്ള ടൈപ്പിലേക്ക് മാറി. അപ്പൊ ഞാൻ വര മാത്രമുള്ളത് എടുത്തു. എന്തിലും അപ്ലൈ ചെയ്ത് ഉപയോഗിക്കട്ടാ. നിങ്ങൾ അടുത്ത പ്രാവശ്യം കേസ് സ്റ്റഡി എന്തെങ്കിലും ഇതുപോലെ റിട്ടേൺ കാര്യങ്ങൾ പ്രസന്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്നിട്ട് പ്രസന്റ് ചെയ്യാം. ഇതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് ഡിഫറെന്റ് ആയിട്ടുള്ള, നമ്മൾ സാധാരണയായിട്ട് കണ്ട് പരിചയം ഉള്ളതല്ലാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള എന്തുകൾ കിട്ടും, ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടും. ഒരാളത് ഗാമേന്റെ ഒക്കെ ഗാമ യൂസ് ചെയ്തിട്ടില്ലേ, ഗാമ ഒക്കെ. ഗാമേന്റെ ഒക്കെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സെയിം ഫോർമാറ്റ് ആയിരിക്കും. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഒരു ബാർ ഉണ്ട്, ഇങ്ങനെ നീളത്തിലുള്ള 4 ബാർ. ഇതന്നെയായിരിക്കും എല്ലാ പ്രാവശ്യത്തെ സ്റ്റെപ്പിനും ഉണ്ടാവുക. ഒരു അത്യാവശ്യം കണ്ട് പരിചയമുള്ള ഒരുത്തന്നെ അറിയാം ഇത് ഗാമ വെച്ചുണ്ടാക്കിയതാണ് എന്നുള്ളത്. അത് കണ്ട് പരിചയമുള്ളവൻ അത് അറിയുന്നതിനെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇനി ഉണ്ടാക്കുമ്പോൾ പ്രസന്റേഷൻ ഒന്നും ഈ ഡിസൈനിങ്ങിനും പരിപാടിക്കും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. എങ്ങനെ ഇല്ല ഇതിൽ വീഡിയോ ഇല്ല, ഇതിൽ ഇൻഫോഗ്രാഫിക്സ് ചെയ്യാൻ വേണ്ടി വെറുതെ. ഇതിന് ആഴ്ചക്ക് ലിമിറ്റ് ഉണ്ട്, ഒരാഴ്ച ഇത്ര ലിമിറ്റ്. ഒരു 3 ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്, നിനക്ക് അത്യാവശ്യമുള്ള സാധനം നടക്കും. ആഴ്ചയിൽ പിന്നെയും വരും, റീസ്റ്റാർട്ട് ആവും. എത്രയാണെന്ന് അറിയില്ല. ഈ എന്താ പറയാ, സെന്റൻസിൽ വാക്കുകളുടെ എണ്ണം, എത്രയോ വാക്കുകൾ വരെയുള്ള ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. പക്ഷെ ഓക്കെയാണ് സംഭവം. ആക്ച്വലി ഇപ്പൊ 1 മാസം മുമ്പേ കണ്ടാണ് ഇത് ആ ലിമിറ്റ് അടക്കം വന്നത്. അതുവരെ ബീറ്റ വേർഷനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സംഭവം നൈസ് അല്ലേ, നമുക്ക് എവിടെയും പ്രസന്റേഷൻ കാര്യങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കാൻ കിട്ടുന്ന സാധനം. ഇനി പ്രസന്റേഷന് വേണ്ടിയിട്ട് ZAI നമ്മൾ പരിചയപ്പെട്ടായിരുന്നോ? ZAI ഇല്ല. എടാ ചെറുപ്പളശ്ശേരിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. CHRPULASSERY. അതുപോലെ ഇതിൽ വിൻഡോസും എച്ചും ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ വോയിസ് ചാറ്റ് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ. ഞാനിതിപ്പോൾ അടുത്ത കണ്ടത്, അതുകൊണ്ട് പറയാം. എനിക്ക് പേഴ്സണലി ഈ ടൈപ്പ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. വിൻഡോസും എച്ചും ഞെക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ പ്രോംപ്റ്റ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും സുഖം എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതങ്ങ് വായിച്ചു കൊടുക്കുക. ഇത് കുത്തിന് ടൈപ്പ് ചെയ്യുന്നതിനെക്കാട്ടും സുഖം. വിൻഡോസ് കീയും എച്ചും തമ്മിൽ ഒരുമിച്ച് വെക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ കാരണം ഞാൻ എഴുതി കഴിഞ്ഞാൽ ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും സുഖം എന്ന് പറയുന്നത് ഇത് അല്ലല്ല. വിൻഡോസിൽ എവിടെ നമുക്ക് നോർമലി എവിടെ വേണേലും വിൻഡോസിന്റെ ഷോർട്ട് കട്ട് അത്. വിൻഡോസ് കീയും എച്ചും ഞെക്കി പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്നിട്ട് വായിച്ചു കൊടുത്താൽ അത് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് വരും. ഓക്കെ, ക്രിയേറ്റ് എ 10 slide പ്രസന്റേഷൻ അബൌട്ട് edX ലൈഫ് സ്കൂൾ ചെറുപ്പളശ്ശേരി. വരുമോ നോക്കാം. മനസ്സിലായോ? ഇതിൽ നമുക്ക് പലതരത്തിൽ ഇതിനെ യൂസ് ചെയ്യാം. ഇതിന്റെ യൂസ് കേസ് അത് ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞില്ല. പിന്നീട് അവർക്ക് ഇത് നേരത്തെ കോപ്പി ഇനി ജമിനിപ്പോ today welcome to today breaking news. നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ ഗൂഗിൾ ജിമിനി എന്ന് പറഞ്ഞ ടീം ഡീപ് മൈൻഡ്സ് എന്ന് പറഞ്ഞ 2 റോബോട്ടുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് പറയുന്നത് ഒരു റോബോട്ടിൻ്റെ പേര് റോബോട്ടിക് ER 1.5ഉം അതേമാതിരി ജെമിനി റോബോട്ടിക് പറഞ്ഞ 2 റോബോട്ടുകളാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
അത് 3 മിനിറ്റ് വരണ്ടേ? നമ്മുടെ ER 1.5 അതിൻ്റെ ഹെഡാണ്, പ്ലാൻസും റീസൺസും ആണ് അത് നോക്കുക. പിന്നെ പിന്നെ അതിൻ്റെ ബോഡി, അതിന് 2 ഇതാണ് ഉള്ളത്. ഹെഡിൽ പ്ലാൻ ചെയ്യും, അതിന് റീസൺ കാര്യങ്ങളും ചെയ്യും. പിന്നെ ബോഡിയാണ് അതിന് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതെന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു എന്ന് വെച്ചാൽ പെട്ടെന്ന് എഫക്റ്റ് കിട്ടും. കാരണം ഒരു AI നമ്മുടെ പ്ലാനും കാര്യങ്ങളും ചെയ്യലും ഒരു AI അത് എക്സിക്യൂട്ടും ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ. പിന്നെ ഇതിൽ വിഷ്വൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ടേബിളുമേ ഇപ്പോൾ കുറച്ച് വേസ്റ്റ് ഇരിക്കുന്നുണ്ട്, ബനാന അങ്ങനെ ഇതൊക്കെ. ആ കാര്യങ്ങൾ ആ റോബോട്ട് ചെന്നിട്ട് അതിൻ്റെ പ്ലാൻസ് ചെയ്യുന്ന AI അത് ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഏത് വേസ്റ്റ് ഏതിലേക്ക് പോകണമെന്ന് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യും. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന AI അതിനെ പിക്കപ്പ് ചെയ്തിട്ട് അതാത് വേസ്റ്റ് ബോക്സിൽ തൊഴിലുകളാണ് വർദ്ധിച്ചിട്ടുള്ളത്. അതിൽ ശ്രദ്ധയിൽപ്പെട്ടത് 80 മില്യൺ സ്ത്രീകൾ കാർഷിക ഇടങ്ങളിലേക്ക് മാറിയതാണ്. അതിലെത്തിയതാണ് കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടത്. 5 വർഷത്തിനിടെ ഇന്ത്യയിലെ തൊഴിലുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായി പറയുന്നത് അപ്പോൾ ഇത് സുമൻ ബരി ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ മൺഡേ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ നടത്തിയൊരു ഫെസ്റ്റിൽ പറഞ്ഞതാണ് ഇത്. അപ്പോൾ ഈ നീതി ആയോഗ് എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിങ് ഇന്ത്യ, ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഇത് 2015 ജനുവരി 1 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമ്മുടെ PM ആയ നരേന്ദ്രമോദിയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിനു മുമ്പ് വേറൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു, പ്ലാനിങ് കമ്മിറ്റി എന്ന് അതിൻ്റെ പേര്. പ്ലാനിങ് കമ്മിറ്റി 1950 ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റേജിലാണ് ഇതിനെ കൊണ്ടുവരുന്നത്. ഈ പ്ലാനിങ് കമ്മിറ്റിക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള, അതായത് ഫണ്ട് കൊടുക്കാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നീതി ആയോഗിന് ജസ്റ്റ് പ്ലാന് ലോങ് ടേമും ഷോർട്ട് ടേമും ആയിട്ടുള്ള പ്ലാനുകൾ മാത്രം സജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. ഇവർക്ക് പ്രോപ്പറായിട്ട് ഒരു ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള 2025 മുതൽ 2035 വരെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ നമ്മുടെ വുമൺ എംപവർമെൻറ്റ് അതിന് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിലായാലും നേരെ മറിച്ച് നോൺ ഫാം ഫീൽഡിലും ധാരാളം യൂത്തിന് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഹായ്, ഞാൻ അഫ്സൽ. ഇതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയാൻ പോകുന്നത്. 2017 മുതൽ 2023 വരെയുള്ള ഇതിൻ്റെ ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഈ കൊറോണ, അതേമാതിരി സ്ട്രക്ചറിലുണ്ടായ മാറ്റവും അതേമാതിരി ഡിജിറ്റലായിട്ട് കുറേ വളർച്ചയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ഇത്രയും പ്രതിസന്ധിൻ്റെ ഇടയ്ക്കും എങ്ങനെ തൊഴിലവസരങ്ങൾ കൂടിയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ സ്കീമും അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വന്നതിനെ തുടർന്നാണ് കുറേ അവസരങ്ങൾ ഉണ്ടായത്. അപ്പോൾ കുറേ ആൾക്കാർ കൃഷിയിലേക്കും പോയി, അങ്ങനെ പല ഇതിലേക്കും പോയി. അതേമാതിരി ഫുഡ് ഡെലിവറി ആപ്പുകൾ വന്നു, ആമസോൺ, സ്വിഗ്ഗി പോലുള്ള ഫുഡ് ഡെലിവറി ആപ്പുകൾ, അതേമാതിരി ഓൺലൈൻ ജോബുകൾ കൂടി, ഫ്രീലാൻസിങ് പോയി, സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നിവയിലൊക്കെ കുറേ അവസരങ്ങൾ വന്നു. ഗ്രാമീണ സെക്ടറിലും അതേമാതിരി പ്രൊഡക്ഷൻ സെക്ടറിലും മാനുഫാക്ചറിങ് സെക്ടറിലും അതേമാതിരി ആപ്സ്, ഓൺലൈൻ എന്നീ സെക്ടറിലൊക്കെയാണ് കൂടുതൽ ജോലി അവസരങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഹായ്, വെൽക്കം ടു ന്യൂസ് അനാലിസിസ്. The surge in consumer complaints. ന്യൂസിലാൻഡ്സില് ഫാക്ട് മാത്രം സംസാരിക്കാട്ടോ. GSTയുടെ റൈറ്റ്സ് എന്ന് വെച്ചാൽ GST പാസ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ബെനിഫിറ്റ്സിൽ വന്ന ഫെയിലിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോണത്. അതിനകത്ത് ഈ ആൻറ്റി പൈനറിങ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റീറ്റെയിലേഴ്സും മാനുഫാക്ചേഴ്സും തമ്മിലുള്ള ഈ റൈറ്റ്സിന് വ്യത്യാസം വരുമ്പോഴത്തേക്കും ഈ കടക്കാർ ഷോപ്സിലുള്ള ആൾക്കാർ സെപ്പറേറ്റ്
ഫണ്ട് മേടിക്കും. എന്ന് വെച്ചാൽ സെപ്പറേറ്റ് പൈസ അവർ കളക്ട് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ ന്യൂസ് അനാലിസിസ് ചെയ്യാൻ പോകുന്നത് സോഹോ കമ്പനിയെ കുറിച്ച് കുറച്ച് മിസ്ഇൻഫർമേഷൻസ് ഉണ്ട്. അതിനെതിരെ ശ്രീധർ വെമ്പു, അതായത് ഫൗണ്ടർ ആയിട്ടുള്ള അദ്ദേഹം സോഹോ കമ്പനിയെ കുറിച്ച് കുറച്ച് മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ആയിട്ടുണ്ട്, ഒരു റൂമേഴ്സ് പോലെ. അതിനെക്കുറിച്ച് ശ്രീധർ വെമ്പു, അതായത് ഫൗണ്ടർ ആയിട്ടുള്ള അദ്ദേഹം റിയാക്ട് ചെയ്തതാണ്. അതിനെക്കുറിച്ചാണ് ആപ്പ് സ്റ്റോറിലുള്ള അഡ്രസ്സും പിന്നെ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള അഡ്രസ്സും അമേരിക്കൻ അഡ്രസ് ആയിട്ടാണ് കണ്ടിരുന്നത്. അതിന് ഇവർ കൊടുത്ത പറഞ്ഞൊരു പേരായിരുന്നു ഒരു കാര്യം. പിന്നെ ജിമെയിൽ, സെയിൽസ് ഫോഴ്സ്, പിന്നെ ക്വിക്ക് ബുക്ക്. Come here. Wait. ഇപ്പൊ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യേ, നിങ്ങൾ പാർക്കിൽ നടക്കാൻ. ഓക്കെ, ലിസൺ ഗൈസ്. ആഫ്റ്റർ 6 o'clock you can have the individual talk. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യാ, നിങ്ങൾ രണ്ടാളും പാർക്കിൽ നടക്കാൻ. ഓക്കെ, പെട്ടെന്ന് നമ്മൾ കാണും പോലെ എങ്ങനെ കൺവേഴ്സേഷൻ ചെയ്യും, അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ട്രൈ ചെയ്യാം. ഡിഫിക്കൾട്ടാണ്, പക്ഷേ ട്രൈ ചെയ്യാം. ഓക്കെ, ഡിഫിക്കൾട്ടാണ്, പക്ഷേ ട്രൈ ചെയ്യാം. ഓക്കെ, റാൻഡം ആയിട്ട് നിങ്ങൾ വാക്ക് ചെയ്യാൻ. ഇത് പാർക്കാണ് കേട്ടോ. ജസ്റ്റ് ഇമാജിൻ ദിസ് ഇസ് എ പാർക്ക്. ഇറ്റ്സ് എ പാർക്ക്. ഓക്കെ, റാൻഡം ആയിട്ട് വാക്ക് ചെയ്യട്ടോ, നോക്കേണ്ടി നിൽക്കണ്ട. ഓക്കെ, റാൻഡം ആയിട്ട് വാക്ക് ചെയ്യും. കണ്ടു, ആദ്യം കണ്ടു ഫവാദ്ക്ക് എങ്ങനെ? വാട്ട് ഡിഡ് യു ആസ്ക്? ആദ്യം എന്താ ചോദിച്ചു? സൗണ്ട് കേൾക്കണുണ്ടോ? ഒന്നുകൂടി റിപ്പീറ്റ് ആക്കി. ആദ്യം കണ്ടു ഫവാദ്ക്ക്. യെസ്, അപ്പോൾ യു ഷുഡ് ഓൾസോ സേ താങ്ക് യു.